പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. പട്ടാനൂർ KPC ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് പ്രിയപ്പെട്ട സന്ദീപ് മാസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടത്. ഈ കോവിഡ് കാലത്ത് നമ്മുടെ പഠനം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതിനു ശേഷം നമ്മുടെ എല്ലാ പഠന പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും വിക്ടേഴ്സ് ചാനലിലെ ക്ലാസുകൾ കാണുന്നുണ്ടാവുമെന്നും അധ്യാപകർ നൽകുന്ന തുടർ പഠന പ്രവർത്തനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ കൃത്യമായി ചെയ്ത് അധ്യാപകരുമായി സംവദിക്കുന്നുണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മള് ഇത്തരത്തില് വീടുകൾക്കുള്ളില് സുരക്ഷിതരായി ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴും സാമൂഹ്യമായി അകലം പാലിച്ചു നിൽക്കുമ്പോഴും മനസ്സുകൊണ്ട് ഒത്തൊരുമിച്ച് ഈ മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള, അതിന്റെ ഭവിഷ്യത്തുകളെ അതിജീവിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഈ ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മുടെ മുമ്പിലുള്ള സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വഴി നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള സ്കൂളിൽ പഠനം നടക്കാത്ത ഈ സമയത്തും ഗണിതശാസ്ത്ര ക്ലബിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച പട്ടാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഗണിതശാസ്ത്ര ക്ലബില് എല്ലാ കുട്ടികളും അംഗങ്ങളാവുകയും ഗണിത പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാവുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇവിടെ പ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് നാം ഗണിതം പഠിക്കുന്നത്? നിങ്ങളുടെയൊക്കെ മനസ്സിൽ വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഉണ്ടാവും. നിത്യജീവിതത്തില് എല്ലാവിധ ജീവിത വ്യവഹാരങ്ങൾക്കും നമുക്ക് ഗണിതം ആവശ്യമാണ്. പണ വിനിമയത്തിന്, അളവുകൾക്ക്, എന്തിനൊക്കെ നമുക്ക് അളക്കേണ്ടി വരും? നീളത്തെ അളക്കേണ്ടി വരും, വളപ്പിനെ അളക്കേണ്ടി വരും, ഒരു വസ്തുവിന്റെ അളവിനെ അളക്കേണ്ടി വരും, സമയത്തെ അളക്കേണ്ടി വരും. ഇങ്ങനെ അളവുകൾ കൈകാര്യം ചെയ്യുന്നതില്, അതുപോലെ നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും ഗണിതത്തിന്റെ സ്വാധീനം വളരെ പ്രകടമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ തൊഴിൽ മേഖലകളിലും ഏറിയും കുറഞ്ഞും ഗണിതത്തിന്റെ സ്വാധീനമുണ്ട്. ഗണിത ശേഷി ഒട്ടുമില്ലാത്ത ഒരാൾക്ക് അത്തരം ഒട്ടുമിക്ക തൊഴിലുകളും നിർവഹിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഗണിത പഠനം നമ്മുടെ നിത്യ ജീവിതത്തിന് അത്യാവശ്യമാണ്. പക്ഷെ അത് മാത്രമാണോ? അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ അതിനൊക്കെയുള്ള ഗണിതം പഠിച്ചാൽ പോലെ എന്തിനാണ് നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെയുള്ള ഉയർന്ന തരത്തിലുള്ള ഗണിതം പഠിക്കുന്നത്, അല്ലെങ്കിൽ കോളേജ് ക്ലാസ്സുകളിലുള്ള ഉയർന്ന തരത്തിലുള്ള ഗണിതം, ഉന്നത ഗണിതം എന്തിനാണ് പഠിക്കുന്നത്? അതിന് നിത്യജീവിതവുമായിട്ട് ബന്ധമുണ്ടോ? ബന്ധമുണ്ട് എന്നതാണ് കൃത്യമായ ഉത്തരം. ഇപ്പോൾ ഞാന് വളരെ അകലെ, നിങ്ങളിൽ നിന്ന് വളരെ അകലെ നിന്നുകൊണ്ട് ഒരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് എന്റെ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ തത്വവും അതിന്റെ നിർമ്മിതിയും അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ പ്രയോഗം, ഇവിടെയൊക്കെയും പരോക്ഷമായി ഗണിത തത്വങ്ങളുടെ പ്രയോഗം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ മാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ എല്ലാ തലങ്ങളിലും ഉയർന്ന ഗണിതത്തിന്റെ പ്രയോഗമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് ആയാലും
അതുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളായാലും ആസ്ട്രോണമി ആയാലും ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലായാലും അവിടെയൊക്കെ ഗണിതത്തെ ഒരു ടൂളായി ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ നിർവഹണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഗണിതത്തെ ശാസ്ത്രങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉന്നത ഗണിതത്തിന്റെ പഠനം അതിൽ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇനി ഇത് മാത്രമാണ് ഇപ്പൊ സാങ്കേതിക വിദ്യയുടെ ഉപയോക്താക്കൾ മാത്രമായിട്ടുള്ള ആളുകൾ അങ്ങനെയാണെങ്കിൽ ഗണിതം പഠിക്കേണ്ടതുണ്ടോ? അത് പ്രയോഗിക്കുന്ന ആളുകളല്ലേ പഠിക്കേണ്ടതുള്ളൂ? ഗണിതം നമുക്ക് നൽകുന്ന ഒരുപാട് ശേഷികളുണ്ട്. അതിലൊന്ന് യുക്തിപൂർവം ചിന്തിച്ച് നിഗമനത്തിലെത്താനുള്ള കഴിവാണ്. മറ്റൊന്ന് പ്രശ്ന നിർദ്ധാരണ ശേഷിയാണ്. മൂന്നാമത്തേത് അമൂർത്തമായി ചിന്തിക്കാനും അതുപോലെ നമ്മുടെ കൺമുമ്പിൽ ഇല്ലാത്ത കാര്യങ്ങളെ കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള പ്രത്യേക തരത്തിലുള്ള കഴിവാണ്. നമുക്കതിനെ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നും സ്പേഷ്യൽ ഇന്റലിജൻസ് എന്നും ഒക്കെ വിളിക്കാം. ഈ ശേഷികളൊക്കെ ഗണിതം പഠനം കൊണ്ട് നമ്മിൽ വികസിക്കുന്ന പ്രത്യേക കഴിവുകളാണ്. ഇതൊക്കെയും നമുക്ക് അത്യാവശ്യമാണ് എന്നത് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് തന്നെ ഗണിത പഠനം എന്ന് പറയുന്നത് പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഗണിതത്തെ ഇഷ്ടപ്പെടുന്നവരും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരും ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വർഷത്തെ 2020-21 വർഷത്തെ പട്ടാനൂർ KPC ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നമുക്ക് ഈ യുക്തിചിന്തയുടെ പ്രയോഗം ഗണിതത്തിൽ വരുന്ന ചെറിയ ചെറിയ ചില സന്ദർഭങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഈ COVID-19 വ്യാപിക്കുന്ന സമയത്ത് ഓൺലൈൻ പണമിടപാടുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്? ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രശാഖയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഓൺലൈൻ പണമിടപാടുകൾ നടക്കുന്നത്. കാരണം ഇത് മൂന്നാമതൊരാൾക്ക് ചോർത്താനുള്ള എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് ഇവിടെ പണവിനിമയം നടത്തേണ്ടത്. ആധുനിക ഗണിതശാസ്ത്രത്തിലെ സംഖ്യാ സിദ്ധാന്തങ്ങള് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്ന ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന്റെ ഒരു തമാശ, ഇത്തരം കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഈ സംഖ്യാ സിദ്ധാന്തങ്ങള് നമ്മുടെ പൂർവികരായിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞർ വികസിപ്പിച്ചിട്ടുള്ളത്. അവർ ഗണിതത്തിൽ അഭിരമിച്ചുകൊണ്ട് അതിലെ പുതിയ തത്വങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഒരു സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടി, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് ഈ ഗണിതത്തിലെ സംഖ്യാ സിദ്ധാന്തത്തെ വളർത്തി വികസിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമുക്കത് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നു. സംഖ്യകളെ ചില പ്രത്യേകതരം കോഡുകളാക്കി മാറ്റുന്ന അതിസങ്കീർണമായ ഒരു പ്രവർത്തനമാണ് ക്രിപ്റ്റോഗ്രാഫിയിൽ നടക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ യുക്തിചിന്തയ്ക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പ്രവർത്തനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കൂ, ഒരു 2 അക്ക സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നു. ഒരു 2 അക്ക സംഖ്യയാണ്. ഇതിനെ 4 കൊണ്ട് ഗുണിക്കുന്നു. അതിന്റെ ഗുണനഫലവും ഒരു 2 അക്ക സംഖ്യ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 10ന്റെ സ്ഥാനത്തെ അക്കത്തെ
തൽക്കാലം മറച്ചു വെക്കുന്നതിനായി ഞാൻ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തെ ബി. വീണ്ടും ആ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എ തന്നെയാണ്. 10ന്റെ സ്ഥാനത്ത് മൂന്നാമത് ഒരു സി എന്ന ഒരു അക്കമാണ് വന്നിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രണ്ടക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ബിയും 10ന്റെ സ്ഥാനത്തെ അക്കം എയുമാണെങ്കിൽ ഗണിതത്തില് നമ്മൾ സാധാരണ അതിനെ എ ബി എന്ന് എഴുതാറില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എ ബി എന്ന് മാത്രം ഗണിതത്തിൽ എഴുതിയാൽ എ ഗുണം ബി, എയും ബിയുടെയും ഗുണനഫലം എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ അതല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഒരു രണ്ടക്ക സംഖ്യയാണ്. ആ രണ്ടക്ക സംഖ്യ എഴുതിയിട്ടുണ്ട്. അതിന്റെ അക്കങ്ങളെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ഞാൻ ചില കോഡുകൾ ഉപയോഗിച്ചു എന്നതേ ഉള്ളൂ. അത് പ്രത്യേകം അറിയണം. അപ്പൊ ഈ രണ്ടക്ക സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചപ്പോ കിട്ടിയതും ഒരു രണ്ടക്ക സംഖ്യയാണ്. അവിടെ ഒരു പ്രത്യേകത ഉണ്ടായത്, ആദ്യത്തെ സംഖ്യയുടെ 10ന്റെ സ്ഥാനത്തെ അക്കം തന്നെയാണ് ഗുണനഫലത്തിന്റെ 1ന്റെ സ്ഥാനത്തെ അക്കമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തണം. ഇതാണ് ഒരു ക്രിപ്റ്റോഗ്രാഫിയുമായി ബന്ധപ്പെട്ടതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു വളരെ ലളിതമായ ഒരു പസിലാണ്. നിങ്ങൾ എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നിസ്സാരമായ ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു ചോദ്യം നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയായിരിക്കും നമ്മൾ ആലോചിക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഒരു പേപ്പർ എടുത്ത് അതിന്റെ അകത്ത് ഇതൊന്ന് എഴുതി നോക്കാം. എന്നിട്ട് ഈ സംഖ്യകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയും ചെയ്തു നോക്കൂ. ശരി, നിങ്ങൾ പലരും പല വിധത്തിലായിരിക്കും നിങ്ങളുടെ ചിന്തകൾ പോയിട്ടുണ്ടാവുക. ചിലരൊക്കെ സംഖ്യകൾ മാറ്റി 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 കൊടുത്ത് പരിശോധിച്ച് ചിലപ്പോൾ ഉത്തരത്തിൽ എത്തിയിട്ടുണ്ടാവാം. ഇനി എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് നമ്മൾ ഇവിടെ ഇതിന്റെ ഉത്തരത്തിലെത്താൻ വേണ്ടി പ്രയോഗിക്കേണ്ടത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു രണ്ടക്ക സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ മറ്റൊരു രണ്ടക്ക സംഖ്യ തന്നെയാണ് കിട്ടിയത്. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ടക്ക സംഖ്യ തന്നെ കിട്ടി. രണ്ടക്ക സംഖ്യനെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ മറ്റൊരു രണ്ടക്ക സംഖ്യ തന്നെ കിട്ടി. അതിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ നിഗമനം എന്താണ്? ഈ രണ്ടക്ക സംഖ്യ 25നേക്കാൾ കുറവാണ് എന്നതായിരിക്കും നമ്മുടെ ആദ്യത്തെ നിഗമനം. എന്താ കാരണം? 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടുക. 100 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയാണ്. ഇവിടെ ഗുണനഫലത്തില് 2 അക്കങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ മറച്ചു വെച്ചിരിക്കുന്ന ഈ സംഖ്യ 25ൽ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന അക്ഷരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സംഖ്യ ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. ഈ 2 സാധ്യത മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതൽ വരില്ല. അപ്പൊ എ എന്ന് പറയുന്ന സംഖ്യ 1 അല്ലെങ്കിൽ 2 ആണ്. ഇനി ഇവിടെ നോക്കൂ, ബി എന്ന അക്കത്തെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ ഈ എ എന്ന സംഖ്യ ആ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരണം. 4 ഒരു ഇരട്ട സംഖ്യയാണ്. ഒരു ഇരട്ട സംഖ്യനെ വേറെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും മറ്റൊരു ഇരട്ട സംഖ്യ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് 1 ആവാൻ സാധ്യതയില്ല. അത് രണ്ടാമത്തെ യുക്തിസഹമായ ചിന്തയാണ്. അപ്പോൾ നമ്മൾ ഉറപ്പിക്കുന്നു എ എന്ന് പറയുന്ന സംഖ്യ 2 ആണ്. അപ്പോൾ ഇവിടെ 2 ആണ്, ഇതും 2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 4നെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ 2 വരണമെങ്കിൽ ഇവിടെ എന്തൊക്കെയാവാം? ബി ഒന്നുകിൽ 3 ആവണം,
4 3 12ന് 2. അല്ലെങ്കിൽ ബി 8 ആവണം, 4 8 32ന് 2. അപ്പോൾ ബിക്ക് 2 സാധ്യതയാണുള്ളത്. ഒന്നുകിൽ 3 ആവാം, അല്ലെങ്കിൽ 8 ആവാം. പക്ഷെ 8 പറ്റില്ല. എന്തുകൊണ്ട് 8 പറ്റില്ല? 8 ആയി കഴിഞ്ഞാൽ ഈ സംഖ്യ 28 ആയി പോകും. 28നെ 4 കൊണ്ട് ഗുണിച്ചാൽ 3 അക്ക സംഖ്യയാണ് ഉത്തരമായിട്ട് കിട്ടുക. അതുകൊണ്ട് എ ബി എന്ന സംഖ്യ നമ്മള് 23 ആണ് എന്ന് മനസ്സിലാക്കുന്നു. ഇനി 23നെ 4 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ സി എന്ന സംഖ്യ ഒളിപ്പിച്ചു വെച്ച, സി എന്ന അക്ഷരം ഒളിപ്പിച്ചു വെച്ച സംഖ്യ ഏതാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ചെറിയ യുക്തിയുടെ ചില പ്രയോഗങ്ങൾ കൊണ്ട് നമുക്ക് ഈ കോഡിനെ ഡീകോഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാനായിട്ട് ഇതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ തരാം. ഒന്നിവിടെ ശ്രദ്ധിക്കൂ. ഒരു 4 അക്ക സംഖ്യ, അതിന്റെ അക്കങ്ങളെയൊക്കെ അക്ഷരങ്ങൾ കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ട്, കോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടിയ സംഖ്യയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന്റെ നേരെ റിവേഴ്സ് ആണ്. ഇത് നേരെ തിരിച്ചിട്ടതാണ് ഇതിന് ഗുണനഫലം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ എയും ബിയും സിയും ഡിയും ഒക്കെ വ്യത്യസ്ത അക്കങ്ങളാണ് എന്ന് മറക്കരുത്. ഈ അക്കങ്ങളൊക്കെ എന്താണ്? ഈ ഗുണനഫലത്തെ, ഇവിടെ അക്ഷരങ്ങൾ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഗുണനഫലത്തെ, മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗുണനഫലത്തെ ഒന്ന് അൺമാസ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രയൽ ആൻഡ് എറർ രീതി മാത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ല നമ്മളിത് ചെയ്യേണ്ടത്. ട്രയൽ ആൻഡ് എറർ രീതി നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ യുക്തിചിന്തയിൽ ഊന്നിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അവിടെ ഏറ്റവും മിതമായ ട്രയൽ ആൻഡ് എറർ ഉപയോഗം. ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് സംഖ്യകൾ മാറ്റി മാറ്റി പരിശോധിച്ച് നോക്കുന്നതാണ്. അത് ചിലപ്പോൾ നമുക്ക് വേണ്ടിവരും, പക്ഷേ നമ്മുടെ മുഖ്യമായ ഊന്നൽ യുക്തിചിന്തയ്ക്കായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കാം. ചെയ്തിട്ട് ഉത്തരങ്ങൾ കിട്ടിയാൽ അതിന്റെ യുക്തി എന്താണെന്ന് ഒന്ന് വിശകലനം ചെയ്ത് നിങ്ങളുടെ ഗണിതാധ്യാപകനോ അധ്യാപികയ്ക്കോ നിങ്ങൾക്കത് അയച്ചു കൊടുക്കാവുന്നതാണ്. സംഖ്യകളുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യം കൂടെ നിങ്ങളുടെ ചിന്തയ്ക്കായി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗം അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഒരു പരീക്ഷയ്ക്ക്, മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കൂ. കണ്ടല്ലോ, 2⁻100 multiplied by 3⁻99. 2 ഘാതം 100നെ 3 ഘാതം 99 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ ഗുണിക്കുമ്പോൾ ആ ഗുണനഫലത്തിന്റെ, പ്രോഡക്റ്റിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്തായിരിക്കും? ഈ പ്രോഡക്റ്റിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് എന്തായിരിക്കും എന്നതാണ് ചോദ്യം. സ്വാഭാവികമായി നമുക്കറിയാം 2⁻100 എന്ന് പറയുന്നത് തന്നെ നമുക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്തുള്ള വളരെ 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 വലിയൊരു സംഖ്യയാണ്. പിന്നെ 3⁻99ന്റെ കാര്യം പറയാനില്ല. അപ്പോൾ അത് രണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് ഇതിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച്, ഗുണനഫലത്തെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് ചിന്തിക്കാനാവാത്ത. നമുക്കിവിടെ ഇതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാണ് എന്നതേ അറിയേണ്ടതുള്ളൂ. ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം ഏതാണ്? അപ്പൊ അത് അറിയണമെങ്കിൽ എന്ത് മതി? 2⁻100ന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം അറിയണം. 3⁻99ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം അറിയണം. അത് രണ്ടും അറിഞ്ഞാൽ അതിന്റെ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പൊ എങ്ങനെയാണ് 2⁻100ന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം കണ്ടുപിടിക്കുക? എന്തായാലും ഇതെല്ലാം 2 ഇങ്ങനെ 100 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. എങ്ങനെ നമ്മൾ ആലോചിക്കും? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടിന്റെ കൃതികളെ ഒന്ന് പരിശോധിച്ചു നോക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രത്യേകത അവയ്ക്ക് കാണുന്നുണ്ടോ നോക്കാം നമുക്ക്. 2⁻1 എന്ന് പറയുന്നത് 2 ആണ്. 2 സ്ക്വയർ 4, 2 ക്യൂബ് 8, 2⁻4 16, 2⁵5 32, 2⁻6 64, അങ്ങനെ പോകുന്നു. ഇത് നോക്കൂ, ഇതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒന്ന് നോക്കൂ. 2 4 8 6, 2 4 അടുത്തത് 8 തുടർന്ന് വരുന്നത് 6. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക തരം ക്രമം പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ആ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് തന്നെ രണ്ടിന്റെ പവർ ഏതായാലും, രണ്ടിന്റെ കൃതി ഏതായാലും ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇനി ഇതുപോലുള്ള പ്രത്യേകത 3-നുണ്ടോ? ഉണ്ടല്ലോ. എന്താണ് 3ന്റെ തുടർച്ചയായിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ്? 3, 9, 27, 81. വീണ്ടും 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എന്താണ് വരുന്നത്? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കൂ. അപ്പോഴവിടെയും നമുക്ക് മനസ്സിലാവും 3ന്റെ പവർ ഏത് എണ്ണൽ സംഖ്യയായാലും, 3ന്റെ പവർ ഏത് എണ്ണൽ സംഖ്യയായാലും ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിച്ച് 2⁻100 × 3⁻99 ഈ പ്രോഡക്റ്റിന്റെ, ഈ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ തുടർന്ന് നമ്മൾ എന്താ നോക്കേണ്ടത്? മറ്റ് അക്കങ്ങൾക്ക് ഈ പ്രത്യേകതയൊക്കെ ഉണ്ടോ? 4ന്റെ കൃതികൾ, 5ന്റെ കൃതികൾ, 6ന്റെ, 7ന്റെ, 8ന്റെ, 9ന്റെ ഇതിന്റെ ഒക്കെ കൃതികളുടെ, അതായത് ഇതിന്റെയൊക്കെ പവേഴ്സിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്, അവയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ഇതുപോലെ എന്തെങ്കിലും ഒരു ക്രമം പാലിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ക്രമം ഉപയോഗിച്ചുകൊണ്ട് ആ സംഖ്യയുടെ കൃതി ഏതെണ്ണൽ സംഖ്യ വന്നാലും നമുക്ക് അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പ്രവചിക്കാൻ കഴിയുമോ? ഇത് ഒരു ചെറിയ പ്രവർത്തനമായി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. ഇതുപോലെ സംഖ്യകൾക്ക് രസകരമായ നിരവധി പ്രത്യേകതകളുണ്ട്. അതൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോയിലൂടെ സംവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏതായാലും വളരെ ചെറിയ ചില കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കും നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതിനുമായിട്ട് ഞാൻ അവതരിപ്പിച്ചു. ഇത്തരത്തില് ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ അവസരം തന്ന പട്ടാനൂർ KPC ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരിക്കൽ കൂടി എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.